എല്ലാവർക്കും നമസ്കാരം. ഭാരതം അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. LMRKക്ക് ഇന്ന് ലഭിക്കുന്ന ഈ അംഗീകാരവും ഭാരതത്തിൻ്റെ നാഷണലിസ്റ്റ് ഇമോഷൻസ്, ഇങ്ങനെ ഒരു ഉയർച്ചയും എല്ലാം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. LMRK ഭഗവാന്റെ നിർദ്ദേശത്തിൽ നടത്തിയ ഓരോ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ റിസൾട്ട് നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസവും നമ്മൾ ഓരോ ന്യൂസും ഇതും നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്നതും അതുപോലത്തെ ഒരു വാർത്തയാണ്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഡോളറിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ അവസ്ഥ ഏറ്റവും വേഗത്തിൽ റെലവൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കറൻസി ആയിട്ട് ഡോളർ മാറി. ഭഗവാന്റെ തീരുമാനവും അതാണ് എന്ന് രജിത്ജി ആദ്യമേ ക്യാപ്റ്റൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നവപാഷാണ വിഗ്രഹം സ്ഥാപിച്ചതും അതൊക്കെ ഡോളറിനെ മാറ്റി, അദ്ദേഹം മയൂരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡോളറിനെ മാറ്റി ഇന്ത്യൻ റുപ്പി ആ ഒരു സ്ഥാനത്തേക്ക് വരണം എന്നുള്ളതായിരുന്നു ആ ഒരു നവപാഷാണ വിഗ്രഹം സ്വിറ്റ്സർലാൻഡിൽ സ്ഥാപിക്കാനുള്ള കാരണം. അപ്പോൾ ലോകത്തിലെ 99% രാജ്യങ്ങളും അവരുടെ ഇൻ്റർനാഷണൽ ട്രേഡ്, അതായത് രാജ്യാന്തര ട്രേഡ്, അതിന് US ഡോളറാണ് ഉപയോഗിച്ച് വരുന്നത്. US ഡോളർ മാത്രമേ നടത്താനും പറ്റുള്ളൂ. അമേരിക്ക ഇന്നും ഒരു സൂപ്പർ പവറായി തുടരാൻ കാരണവും ഇതുതന്നെയാണ്. അവർക്കങ്ങനെ നിലനിന്ന് പോകണമെങ്കിൽ ഡോളറിൽ തന്നെ നടക്കണം ഈ വിനിമയം ഫുള്ളും. എന്ന് ഡോളറിനെ മാറ്റി മറ്റൊരു കറൻസി അല്ലെങ്കിൽ വേറൊരു വിനിമയ രീതി ലോകത്ത് വരുന്നോ അന്ന് അമേരിക്കയുടെ തകർച്ച പൂർണ്ണമാകും. അതായത് വെസ്റ്റിൻ്റെ ഈ ആധിപത്യം സ്റ്റോപ്പാവും. ഇന്ന് വന്നിരിക്കുന്നൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഭാരതത്തിന് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ടോ, അതായത് FTA എന്ന് പറയും. നമുക്കിപ്പോൾ പെട്ടെന്ന് ട്രംപ് വന്നപ്പോൾ ടാരിഫ്സ് ഇമ്പോസ് ചെയ്തു ഭാരതത്തിൻ്റെ മേലെ. ഭാരതം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടനുമായിട്ടൊരു ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് സൈൻ ചെയ്തിരുന്നു. അത് കുറേ കാലമായിട്ട് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നതായിരുന്നാൽ പോലും ഇപ്പോഴാണ് അതൊന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞത് നമ്മൾ. അതുപോലെ നമുക്ക് പല രാജ്യങ്ങളുമായിട്ടും അങ്ങനെ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഭാരതം ഇപ്പോൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാരതത്തിന് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ടോ അവരുടെ കൂടെയൊക്കെ ഇനി ഭാരതത്തിൻ്റെ രൂപയിലായിരിക്കും വിനിമയം നടത്തുക. ഈ ഒരു തീരുമാനം ഭാരതം എല്ലാ FTA പാർട്ട്നേഴ്സുമായിട്ടും അവർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോളറുമായിട്ടുള്ള ട്രേഡിനെ മറികടക്കാൻ നമുക്ക് പറ്റും. അമേരിക്കയുടെ ഭയവും ഇത് തന്നെയാണ്. ഭാരതം ഇപ്പോൾ ഇത് നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈന ചെയ്യും, റഷ്യ ചെയ്യും, അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങൾ ഇത് പിന്തുടർന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ തകർച്ച നമ്മൾ വിചാരിക്കുന്നതിലും വേഗമായിട്ടായിരിക്കും. അപ്പോൾ ഡീഡോളറൈസേഷൻ എന്ന് പറയുന്നൊരു തിയറിക്ക് ഏറ്റവും വലിയൊരു സ്റ്റെപ്പാണിത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പല രാജ്യങ്ങളുമായിട്ടും ഭാരതം ഇപ്പോൾ രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വെസ്റ്റിലുള്ള കൺട്രീസ് പോലും FTA അഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്തവരുണ്ട്. അപ്പോൾ അവർ പോലും ഇനി ഭാരതത്തിൻ്റെ രൂപയിൽ ട്രാൻസാക്ട് ചെയ്യേണ്ടി വരും ഇൻ്റർനാഷണൽ ട്രേഡിൽ എന്നുള്ളതാണ് ഈ ഒരു പുതിയ പുഷിൻ്റെ അർത്ഥം. ഭാരതം FTA സൈൻ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ബ്രിട്ടനുമായിട്ട് FTA റീസെൻ്റ്ലി സൈൻ ചെയ്തപ്പോൾ തന്നെ അമേരിക്ക താരിഫ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്കണോമിയെ നോക്കാനറിയാം, സംരക്ഷിക്കാനറിയാം എന്ന് ലോകത്തിന് ഭാരതം കാണിച്ചു കൊടുത്തൊരു മൊമെൻ്റായിരുന്നു പെട്ടെന്ന് തന്നെ പോയിട്ട് ബ്രിട്ടനുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. ആ സൈൻ ചെയ്ത കൺട്രി ഇപ്പോൾ ബ്രിട്ടൻ പോലുള്ളൊരു കൺട്രി നെക്സ്റ്റ് കമ്മിങ് ഇയർ തൊട്ട് ഭാരതത്തിൻ്റെ രൂപയിൽ അവർ ട്രാൻസാക്ഷൻ നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് മാറുന്നൊരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായ്പ്പോഴും പറയുന്നത് തന്നെയാണ് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്. രജിത്ജി എപ്പോഴും പറയാറുണ്ട്, ക്യാപ്റ്റൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇത് മുരുകയുഗമാണ്, ഇനിയും ഇത് സംഭവിക്കും, ഇനിയും ഇത് തുടരും. ജയ് പയണിയാണ്ടവ.